Hi children, good afternoon all of you. All of you welcome to our English class. Previous class we already discussed our first lesson. Did you understand that lesson? Okay, today's class we are going to discuss this exercise part. Let us discuss our exercise part which are the questions already given in our textbook. Okay. Okay, dear children, in our page number 11, you can see one exercise part in your textbook. Just after our lesson, exercise part, in it, let us understand, you can see. And here, say whether the following sentences are true or false. That is your first question. First exercise part, that one. Some sentences already given there. I mean, 5 sentences already given there. And ask you to identify whether given sentences are true or false. നിങ്ങൾക്ക് അറിയാവുന്ന എക്സസൈസ് ആണത്. തന്നിരിക്കുന്ന സെൻറ്റൻസ് ബേസ്ഡ് അപ്പോൺ അവർ ലെസൺ യു ഹാവ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ false. What is the first question? First one, you can see King Vidyadhara was worried that he had no children. ട്രൂ ആണോ ഫോൾസ് ആണോ നിങ്ങൾ സ്വന്തമായിട്ട് ആദ്യം കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ബെറ്റർ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ സെൽഫ്. വാട്ട് ഈസ് ദ ആൻസർ? യെസ്, ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ പീപ്പിൾ ഇൻ ഹിസ് കിങ്ഡം ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഹിം. നോ ഡൗട്ട് ഇറ്റ് ഈസ് ഓൾസോ ട്രൂ. Next one, the king did the gardening himself because he had no gardener. ഗാർഡനർ ഇല്ലാത്തത് കൊണ്ടാണോ കിങ് സ്വന്തമായിട്ട് ഗാർഡനിങ് ചെയ്തത്? നോ, ഫോൾസ് ആണ് സി ആൻസർ. നെക്സ്റ്റ് ഡി, പിങ്കാലാസ് ഫാദർ വാസ് എ ഗാർഡനർ. ഇസ് ഇറ്റ് കറക്റ്റ്? യെസ്, ട്രൂ. നെക്സ്റ്റ് വൺ, ഓൺലി പിങ്കാല ഗോട്ട് എ ബാഡ് സീഡ്. Isn't it? Only Pingala got a bad seed. പിങ്കാലയ്ക്ക് മാത്രമാണോ ബാഡ് സീഡ് കിട്ടിയത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫോൾസ് ആണ് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫോർ ഡൂയിങ് ദിസ് വൺ യു ഹാവ് ടു റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക് വൺസ് അഗെയിൻ ആൻഡ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ സെൽഫ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മുടെ ട്രൂ ഓർ ഫോൾസ് കഴിഞ്ഞു. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. So, how can you find out answers? You read textbook very well. First, we can discuss which are the questions given there, isn't it? And so, what is the first question? Why were King Vidyadhara's subjects worried? Question you understand? What is the question? എന്തുകൊണ്ടാണ് കിങ് വിദ്യാധരയുടെ സബ്ജക്ട്സ് മീൻസ് പേഴ്സൺസ്, അവിടെയുള്ള ആ രാജ്യത്തുള്ള ആളുകളൊക്കെ വളരെ വോറീഡ് ആവാൻ കാരണം എന്താണ് എന്നുള്ളതാണ് ഫസ്റ്റ് question. What may be the answer? We know that King Vidyadhara's subjects were worried because king had no children to look after the reigns of the kingdom. അല്ലേ? അതല്ല എൻ്റെ ആൻസർ. കിങ് വിദ്യാധരയ്ക്ക് കുട്ടികളില്ലാത്തതിനാൽ ആ രാജ്യം പിന്നീട് ആര് ഭരിക്കും എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ദ സബ്ജക്ട്സ് ഓഫ് ദാറ്റ് കൺട്രി. ആൻഡ് വാട്ട് ഈസ് ദ ബി ക്വസ്റ്റ്യൻ? What was the king's hobby? If you are ready, you can write down your own answers. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാവുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ കിങ്സ് ഹോബി? അപ്പം സ്വന്തമായിട്ട് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആഫ്റ്റർ റൈറ്റിംഗ് യുവർ ആൻസർ യു ഹാവ് ടു ജസ്റ്റ് ചെക്ക് വിത്ത് മൈ ആൻസേഴ്സ് ഓൾസോ. അപ്പോൾ ടീച്ചർ അയക്കുന്ന ആൻസറുമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഐ ആം സെൻഡിങ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? വാട്ട് വാസ് ദ കിങ്സ് ഹോബി? കിങ്ങിൻ്റെ ഹോബി എന്തായിരുന്നു? വാട്ട് വാസ് ദ കിങ്സ് ഹോബി? യെസ്, ദ കിങ്സ് ഹോബി വാസ് ഗാർഡനിങ്. ആൻഡ് സി ക്വസ്റ്റ്യൻ, വാട്ട് പ്രൊക്ലമേഷൻ ഡിഡ് ദ കിങ് മെയ്ഡ്? കിങ് എന്ത് പ്രഖ്യാപനമാണ് നടത്തിയത്? ഒരു കിങ് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടല്ലോ, അനൗൺസ്മെൻറ്റ്. എന്താണ് നടത്തിയത്? ദ കിങ് പ്രൊക്ലൈംഡ് he would distribute some seeds to all the children in the kingdom. Isn't it? And one who grows the biggest and healthiest plant in 3 months would become the heir to the kingdom. Fourth question, what was the response to his proclamation? ആളുകളുടെ ആ റെസ്പോൺസിന്, ആ പ്രൊക്ലമേഷനോടുള്ള റെസ്പോൺസ്, പ്രതികരണം എന്തായിരുന്നു? ആളുകളൊക്കെ എങ്ങനെയാണ് പ്രതികരിച്ചത്? We know that the next day there was a long line of parents and children outside the palace to
to get a seed. Isn't it? അതാണ് ആൻസർ. ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും ഔട്ട്സൈഡ് ദ പാലസിൽ ഒരുപാട് ഒരു ലോങ് ലൈൻ ഓഫ് ആൻഷ്യസ് പാരൻസ് ആർ ദർ ആൻഡ് ചിൽഡ്രൻ ഓൾസോ ദർ ടു ഗെറ്റ് എ സീഡ്. ദറ്റ് ഈസ് ഡി ആൻസർ. ഒരുപാട് ആളുകൾ ലൈൻ നിന്നിരുന്നു അങ്ങനെ ഒരു സീഡ് കിട്ടാനും ചെടി വളർത്തി അടുത്ത ഹയർ ആവാൻ വേണ്ടിയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, ഹൗ വാസ് പിങ്കാല റിവാർഡഡ് ഫോർ ഹിസ് ട്രൂത്ത്ഫുൾനെസ്? ട്രൂത്ത്ഫുൾനെസ് എങ്ങനെയാണ് നമ്മളുടെ പിങ്കാലയുടെ ഇത്രയും സത്യസന്ധത എങ്ങനെയാണ് അതിനുള്ളൊരു പ്രതിഫലം കിട്ടിയത്? എന്ത് പ്രതിഫലമാണ് കിട്ടിയത് പിങ്കാലയുടെ ട്രൂത്ത്ഫുൾനെസ്? എങ്ങനെയാണ് റിവാർഡ് കിട്ടിയത്? യെസ്, വി നോ the king announced Pingala as the crown prince, and so we can say thus his truthfulness was rewarded. പ്രകാരമാണ് ട്രൂത്ത്ഫുൾനെസ് നമ്മളുടെ അതിനുള്ളൊരു പ്രതിഫലം നമുക്ക് പിങ്കാലയ്ക്ക് കിട്ടിയത്. നെക്സ്റ്റ് യു ക്യാൻ സീ നൗ വി ഡിസ്കസ്ഡ് ഷോർട്ട് ആൻസർ ഓൾസോ. നെക്സ്റ്റ് തിങ്കിങ് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. നോ നീഡ് ടു റൈറ്റ് ഡൗൺ ഇറ്റ്സ് ആൻസേഴ്സ് ടു യുവർ നോട്ട്ബുക്ക്. But you must know what is the answer or how you can write down that answer also. You must understand. The thinking skills means ningala question you have to read that question. Anyway, here we can discuss. After that you have to read many times that question and try to write down yourself. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യണമെന്നില്ല. തിങ്കിങ് സ്കിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഹൗ ഡു യു തിങ്ക് the other children managed to grow beautiful and healthy plants? How do you think the other children, all other children brought beautiful plants, isn't it? Except Pinkala. Pinkala brought an empty pot. But what about other children? All other children, they already brought very beautiful plants. But we know that the king already given all the children, the king already ഗേവ് റോസ്റ്റഡ് സീഡ്സ്. നമുക്കറിയാം കിങ് എല്ലാവർക്കും റോസ്റ്റഡ് സീഡാണ് കൊടുത്തത്, പിങ്കാലയ്ക്ക് കൊടുത്തതുപോലെ തന്നെ. പക്ഷേ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ ബ്യൂട്ടിഫുൾ പ്ലാൻസുമായിട്ടാണ് അവർ വന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് സാധ്യമായത്? ഹൗ ഡു യു തിങ്ക് വാട്ട് മേ ബി ദ ആൻസർ? വാട്ട് ആർ ദ പോസിബിലിറ്റീസ് യു ക്യാൻ സേ? ഓൺലി വൺ പോസിബിലിറ്റി വി നോ ദാറ്റ് ദേ ഓൾറെഡി ടോൾഡ് എ ലൈ. Instead of that roasted seed, they used other seed, their own seed they used. So they got beautiful plants, isn't it? Next question. The title of the story is The Seed of Truth. Do you think is it appropriate for our story? നമ്മുടെ സ്റ്റോറിക്ക് ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ള ടൈറ്റിലാണ്. ആ ടൈറ്റിൽ സ്യൂട്ടബിൾ ആണോ, ആപ്റ്റ് ആണോ നമ്മളുടെ സ്റ്റോറിക്ക് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? ഡു യു എഗ്രി? ഈസ് ഇറ്റ് അപ്രോപ്രിയേറ്റ് ഫോർ അവർ സ്റ്റോറി? യെസ്, ദാറ്റ് ടൈറ്റിൽ ഈസ് വെരി ആപ്റ്റ് ഫോർ അവർ സ്റ്റോറി, isn't it? Okay, how can you say, how can you prove this title is very apt, very appropriate? We know that being a honest boy, Pinkala, in the end of the story, his truthfulness was rewarded. We already seen that one, isn't it? So we can see that this title is very apt for our story. Okay. Dear children, just below our question answer part, you can see let's build words. Such a sentence already given there, such a term already you can see. And what are the work below that one? You can see I already introduced adjectives for you. You know what is an adjective? And before that, what is a noun? Yes, we know that a noun means noun already refers name of persons, things, isn't it? Likewise, and things, place, പേഴ്സൺസിൻ്റെ ഒക്കെ പേരുകളെയാണ് നമ്മൾ നൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗൺ ക്വാളിഫയിങ് വേർഡ് ആണ് ഇത് adjective. Adjective is actually adjectives give more information about the noun. So we can say it is a describing. It is always adjectives describes our persons or place, things like this. And here we can see in your textbook the one question already given. The following are some nouns from the lesson. നമ്മുടെ ലെസണിലെ കുറേ നൗണുകൾ കൊടുത്തിട്ടുണ്ട്. Then what you have to use? You have to use or add appropriate adjective to each
ഈച്ച് നൗൺ, ഓരോ നൗണിനും ആപ്റ്റ് ആയിട്ടുള്ള adjective നമ്മൾ യൂസ് ചെയ്യാം. സോ adjectives we already used for informing or so giving more information about the noun or for describing the noun. For one example, not in our textbook, another example I am telling, you have to listen here. I mean here Riya is a girl. റിയ ഈസ് എ ഗേൾ പറഞ്ഞാൽ റിയ ഒരു പെൺകുട്ടി ആകുന്നു എന്നുള്ളതാണ്. നോ മോർ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദാറ്റ് ഗേൾ ഐ ഓൾറെഡി ഗിവൺ. ബട്ട് നെക്സ്റ്റ് സെൻറ്റൻസ് റിയ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഹിയർ ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ഐ ഓൾറെഡി ആഡ് സം ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി ഗേൾ. ഡിസ്ക്രൈബിംഗ് വേർഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ എന്ന് ഞാൻ അതിനകത്ത് യൂസ് ചെയ്തു. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ പറയുമ്പോൾ അവളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം adjective നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ഡിസ്ക്രൈബിങ് ദി നൗൺ, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ. അത് നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നൗണിൻ്റെ ക്വാളിറ്റി ആവാം, ക്വാണ്ടിറ്റി ആവാം. സം ഒക്കേഷൻസ് വി ആർ ഫോർ ഡിസ്ക്രൈബിങ് ദ കളർ. ഇസ്ന്റ് ഇറ്റ്? കളറിനെ റിയ ഓൾറെഡി വോർ എ പിങ്ക് കളർ ഡ്രസ്സ്. അപ്പോൾ പിങ്ക് കളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിങ്ക് എന്നുള്ളത് അവിടെ എന്താണ്, adjective ആണ്. അപ്പോൾ കളർ ആവാം, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ഇതിനൊക്കെ നമ്മൾ adjective യൂസ് ചെയ്യും. ഇൻ ഷോർട്ട് വി ക്യാൻ സേ adjective മീൻസ് ഡിസ്ക്രൈബിംഗ് വേർഡ്. ഫോർ ആഡിങ് മോർ ഇൻഫോർമേഷൻ, ഫോർ ആഡിങ് മോർ ഡിസ്ക്രിപ്ഷൻ about our noun we are using adjectives. So here some noun already given, and just before the noun you can see a blank place already given in our textbook. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആ നൗണിൻ്റെ തൊട്ട് മുന്നിലായിട്ട് കുറേ ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻകംപ്ലീറ്റ് ആണ്. അവിടെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള adjective യൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ വർക്ക്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹിയർ ഡാഷ് പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ കഴിയുക. ഐ ഓൾറെഡി റിട്ടൺ ദ ആൻസർ ഓൾസോ ഹിയർ. ടോൾ പ്ലാന്റ്. ഹിയർ ടോൾ, ഇവിടെ നമ്മുടെ പ്ലാന്റിനെ നമ്മൾ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള വേർഡാണ്. സോ ഹിയർ ദ adjective ഈസ് ടോൾ. നെക്സ്റ്റ് വൺ ഡാഷ് ഫാമർ. ഏത്, അപ്പോൾ വാട്ട് ടൈപ്പ് ഓഫ് ഒരു കൈൻഡിനെ കാണിക്കാനാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗുഡ് ഫാമർ. You can use suitable other adjectives also you can use here. Tall പ്ലാന്റിന് പകരം ടോളിന് പകരം നിങ്ങൾക്ക് ഷോർട്ട് യൂസ് ചെയ്യാം, ബിഗ് യൂസ് ചെയ്യാം. ഇതൊക്കെ adjective തന്നെയാണ്. ഹിയർ സെക്കൻഡ് വൺ ഗുഡ് ഫാമർ. വൺ എക്സാമ്പിൾ ഐ ഓൾറെഡി റിട്ടൺ ഗുഡ്. ഇൻസ്റ്റെഡ് ഓഫ് ഗുഡ് യു ക്യാൻ യൂസ് ക്രൂവൽ ഫാമർ, പുവർ ഫാമർ യു ക്യാൻ യൂസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഡാഷ് സബ്ജക്ട്സ്. നമ്മുടെ ലെസണിലുള്ള വേർഡുകളാണ്. നിങ്ങൾക്ക് ലെസണിലുള്ള adjective തന്നെ യൂസ് ചെയ്യാം. ലെസണിലുള്ള adjective, ഇഫ് യു ആർ യൂസിങ് ദ സെയിം adjective you can see in your textbook not tall is given. In our textbook finest plant given. So you can read your textbook and find out the proper adjective. Some examples I have written here. And subjects. What type of subjects? Happy subjects. So happy is the adjective here. Next one parents. Honest parents. Next E kind king. F bad seeds. G big pot. D smart gardener. These are the adjectives, examples for adjectives. Next exercise, opposites using prefixes. Before that, what is a prefix? Prefix means a set of letters. If we are adding set of letters just before main word, we will get another word itself. Another word means its meaning is entirely different. So the prefix here, one example here I already given. By adding prefix with a word, sometimes we will get its opposite itself. അപ്പോൾ നമ്മളുടെ ഇവിടെ എക്സസൈസ് പ്രിഫിക്സ് യൂസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ്സ് ഫോം ചെയ്യാനാണ്. എല്ലാ കേസിലും പ്രിഫിക്സ് യൂസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അല്ല നമുക്ക് കിട്ടാറ്. അപ്പോൾ അതിന് മുമ്പ് പ്രിഫിക്സ് എന്താണെന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ലെറ്റേഴ്സ്. ഇൻ, അൺ, ഇർ, ഇൽ, ഇം, മിസ്, ഇതൊക്കെ സെറ്റ് ഓഫ് ലെറ്റേഴ്സാണ്. ഐ എൻ എന്നുള്ളത് 2 ലെറ്ററുകളാണ്. ഐ ഉണ്ട്, എൻ ഉണ്ട്, 2 ലെറ്ററാണ്. അപ്പോൾ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് ആ വേർഡിൻ്റെ തുടക്കത്തിൽ കൊടുക്കുക. ബിഗിനിങ് ഓഫ് എ വേർഡ്. വെൻ വി ആർ ആഡിങ് ബിഗിനിങ് ഓഫ് ദി വേർഡ് we will get another word itself. അപ്പോൾ നമുക്ക് വേറൊരു വേർഡാണ് കിട്ടുന്നത്. ഇറ്റ്സ് മീനിങ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ അതിന് മീനിങ് വ്യത്യാസം വരും. ഇവിടെ നമ്മൾ അങ്ങനെയുള്ള ഈ വേർഡുകൾ നമ്മളുടെ ഗിവൺ വേർഡിൻ്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ, ഈ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഗിവൺ വേർഡിൻ്റെ മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഇറ്റ്സ് ഓപ്പോസിറ്റ്. ഹിയർ ഹ്യൂമൺ. ഹ്യൂമൺ എന്നുള്ള വേർഡിൻ്റെ
മുന്നിൽ നമ്മൾ ആ സെറ്റ് ഓഫ് ലെറ്റേഴ്സിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രിഫിക്സ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വിച്ച് മേ ബി ദ സ്യൂട്ടബിൾ പ്രിഫിക്സ് ഫോർ അവർ ഹ്യൂമൺ. ഇൻ ഹ്യൂമൺ എന്നുള്ള വേർഡ് നമുക്ക് കിട്ടി. അതിനകത്ത് ഇൻ ആണ് നമ്മൾ സെലക്ട് ചെയ്തത്, പ്രോപ്പർ അതാണ്. അപ്പോൾ ഇൻ ഹ്യൂമൺ, സോ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഹ്യൂമൺ. ക്യാൻ യു ഫോളോ? അപ്പോൾ നമ്മൾ പ്രിഫിക്സ് നമ്മളുടെ ഈ കോളത്തിനകത്തുള്ള സെറ്റ് ഓഫ് ലെറ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിഫിക്സ് ആണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൺ എന്നുള്ളതിൻ്റെ മുന്നിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇൻ ഹ്യൂമൺ ആയിട്ട് മാറി. ഹിയർ ഗൈഡ് എന്നുള്ള വേർഡിൻ്റെ മുന്നിൽ നമ്മൾ മിസ് ഗൈഡ് ചേർത്ത് കഴിഞ്ഞു. അപ്പോൾ അത് ഓപ്പോസിറ്റ് വി ഗോട്ട് ഇറ്റ്സ് ഓപ്പോസിറ്റ്. ഇൻ ദ കേസ് ഓഫ് റെസ്പോൺസിബിൾ, ഹിയർ irresponsible. Ir is suitable prefix we can use here. Next one, patient, impatient, natural, unnatural, legal, illegal, possible, impossible. I am. Last, divided, undivided. So you have to understand what is prefix. Prefix means a set of letters. When we are adding this set of letters just before a word, we will get another word itself. Its meaning entirely different. Understand? That is usages of prefix. Clear? ഇതാണ് പ്രിഫിക്സിൻ്റെ യൂസേജ്. ഇതേപോലെ നിങ്ങൾ ഒരു സഫിക്സ്, ഐ തിങ്ക് ദാറ്റ് ഇൻ ലോവർ ക്ലാസ് യു ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് വൺ. എനിവേ ഹിയർ we can discuss this one only. And next work, listen, third work, ing form of the verbs. Ing form means gerund form of the verb. When we are adding ing with a word, we will get its gerund form, continuous form we will get. When a word, ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when a word ends with a silent e, we drop the e when adding ing. What it means? നമ്മളൊരു വേർഡ്, ആ വേർഡിൻ്റെ ലാസ്റ്റ് എൻഡ്, ദാറ്റ് വേർഡ് എൻഡ്സ് വിത്ത് ലെറ്റർ ഇ ആൻഡ് വൺ മോർ കണ്ടീഷൻ, ദാറ്റ് ഇ മേ ബി സൈലൻറ്റ് ദർ, നോ പ്രൊനൗൺസിയേഷൻ ഫോർ ദാറ്റ് ലെറ്റർ ഇ. നമ്മളൊരു വേർഡ്, വൺ എക്സാമ്പിൾ, ടേക്ക്. ടേക്ക് എൻഡ്സ് വിത്ത് വിച്ച് ലെറ്റർ? എസ് ഇ. ടേക്ക് എന്തിലാണ് അവസാനിക്കുന്നത്? TAKE എന്നുള്ള ടേക്കിൻ്റെ ലാസ്റ്റ് ലെറ്റർ എന്താണ്? ദാറ്റ് വേർഡ് എൻഡ്സ് വിത്ത് ഇ ആൻഡ് ഹിയർ നോ സൗണ്ട് ഫോർ ഇ. അവിടെ നമ്മൾ ഇ പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ടേക്ക് എന്നേ ഉള്ളൂ. കേക്കാണ് സൗണ്ട് വരുന്നത്, ഇ സൈലൻ്റ് ആണ് അവിടെ. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വി ഡ്രോപ്പ് ദ ഇ വെൻ ആഡിങ് ing. അപ്പോൾ ടേക്ക് എന്നുള്ള വേർഡിനോടുകൂടി നമ്മൾ ing ചേർക്കുമ്പോൾ നമുക്കിനി എന്തിൻ്റെ ആവശ്യം വരുന്നില്ല, ഈ നമ്മളവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്, അത് നമ്മളവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സം വേർഡ്സ് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഹൈഡ്, ലൈക്ക് വേസ് ടേക്ക്, ഹൈഡ്. ഹിയർ ഡി ഒക്കെയാണ് പ്രൊനൗൺസിയേഷൻ, ഇ സൈലൻറ്റ് ഹിയർ. സോ വെൻ വി ആർ ആഡിങ് ing വിത്ത് ഹൈഡ്, യു വിൽ ഗെറ്റ് ഹൈഡിങ്. സോ but we already omitted the letter E, നമ്മളവിടെ omit ചെയ്തു. Can you follow? Next one, bore. BORE. Here also E silent. So we added boring and we avoided letter E. Deserve, deserving. Likewise, you can also, you have to find out this type of similar words. If you are interested, you can collect this type of similar words. Anyway, I will give these answers. You have no need to write down these answers, these questions, this type of exercise, no need to copy into your notebook because it is enough space already given in your textbook itself. So by using pencil, you have to write down these answers in your textbook itself. No need to copy this one to your notebook, but in your notebook you have to write down. Let's understand, we already discussed our first exercise, true or false. You have to write down in your notebook and answer the following also. You have to write down in your notebook. Okay.